ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അയലമീൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗ്രീൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ മീൻ പൊരിച്ചത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം കൂടെ പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് വിനാഗിരി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊന്ന് മീനിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാല മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും മസാല നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഇതുപോലെ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്കിത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാല പുരട്ടി വെച്ച ഈ മീൻ ഓരോന്നായിട്ട് നമുക്കൊന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മീനും എല്ലാം തന്നെ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. അതുപോലെ ഓരോന്നും ഒരു ഭാഗം ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ എല്ലാം കൂടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു ഗ്രീൻ മസാല വെച്ച് നിങ്ങൾ മീൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.